ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ സീലിംഗ് ചെയ്യുന്നതിന് മുന്നേ സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് സീലിങ്ങിൽ ലൈറ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വീട് പുതിയതായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റിൽ, അതായത് വാർക്കുന്ന സമയത്ത് ഈ ബോക്സ് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ലൈറ്റ്സുകൾ വേണമെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ച് അതിന് എത്ര വട്ടമുള്ള ലൈറ്റ്സ് വേണം, എത്ര വാട്ട്സുള്ള ലൈറ്റ്സ് വേണം, സ്ക്വയർ ലൈറ്റ്സ് വേണമെന്ന് തീരുമാനിച്ച് നമുക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ബോക്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ മെറ്റീരിയലാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഇതിൻ്റെ 4 സൈഡുകളിലും പൈപ്പുകൾ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കോൺക്രീറ്റിൻ്റെ അകത്ത് വയ്ക്കാം. കോൺക്രീറ്റിൻ്റെ അകത്തിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കനം നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ചെറിയ ലൈറ്റ്സ്, ഏറ്റവും ചെറിയ ലൈറ്റ്സിന് വേണ്ടിയിട്ട് ആ കാണുന്ന ഏറ്റവും ചെറുത് പൊട്ടിക്കുക. അങ്ങനെ എത്രയാണോ വലിപ്പം വരുന്നത് അത് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അത് പൊട്ടിച്ച് നമുക്ക് ഏറ്റവും ടോപ്പിൽ, അതായത് 6 വാട്ടിൻ്റെ മാക്സിമം വലിപ്പം വരുന്ന രീതിയിൽ, അത്രയും വലിപ്പം വരുന്ന രീതിയിലുള്ള ലൈറ്റ്സ് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ചെറിയ ലൈറ്റ്സ് തൊട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ചുകൂടി വലിപ്പമുള്ളത്, അങ്ങനെ പല രീതിയിൽ ആ റൗണ്ട് കാണുന്നത് നമുക്ക് ആവശ്യത്തിന് കളയാൻ വേണ്ടിയിട്ടാണ്, പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലെവലിൽ നമുക്ക് ലൈറ്റ്സ് കൊടുക്കാൻ സാധിക്കും. പിന്നെ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ലൈറ്റ്സ് വേണമെങ്കിൽ സ്ക്വയർ ലൈറ്റ്സും കൊടുക്കാം. അടുത്ത സ്ക്വയർ വേണമെങ്കിൽ അടുത്ത സ്ക്വയറും കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഏറ്റവും ഭിത്തിയിലേക്ക് താഴേക്ക് കാണുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ബാക്കി നമ്മൾ വെക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പി, അതായത് നമ്മുടെ സീലിംഗ് ചെയ്യുന്ന നമ്മുടെ വാർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പിയുടെ ഏറ്റവും താഴെയായിട്ട് കൊടുക്കണം. കാരണം ഒരുപാട് പൊങ്ങി പോകരുത്. അതുമാത്രമല്ല, ഇതിൻ്റെ റേറ്റ് കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 95 റേറ്റ് വരുന്നത്. ഇത് വലിയ ടൈപ്പും കിട്ടുന്ന, അതായത് പല രീതിയിൽ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെയാണ് ഈ ലൈറ്റ്സ് കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ലൈറ്റ്സ് കണ്ടോ, നമ്മൾ കാണുന്ന പോലെ തന്നെ ലൈറ്റ്സ് വെച്ചു. അപ്പോൾ ആ ലൈറ്റ്സ് നമ്മൾ അതിൻ്റെ അകത്ത് വേണ്ട രീതിയിലുള്ള എത്ര വാട്ടിൻ്റെ ആണോ ലൈറ്റ് അത് വെക്കുക. ആദ്യമേ തന്നെ നമ്മൾ വാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് നമ്മൾ ഉറപ്പിക്കണം. അത് ഈ ഗ്രൂകൾ കാണുന്നത് നേരെ താഴേക്ക്, നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് താഴേക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ഷീറ്റ് വെച്ചിട്ടാണ് വാർക്കുന്നതെങ്കിൽ ആ ഷീറ്റിനോട് ചേർത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ തട്ട് പൊളിച്ചതിന് ശേഷം എത്രയും വയറ് കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിപ്പൊളി കാര്യങ്ങളൊക്കെ, വയറിങ്ങിൻ്റെ കൺസീൽഡ് വയറിങ് ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ട പൈപ്പ് കാര്യങ്ങൾ ഏതൊക്കെയാണോ സ്ഥലത്തേക്ക് ലൈറ്റ്സ് വേണ്ടത് അതെല്ലാം ലിങ്ക് ചെയ്തുള്ള ഇട്ടിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി വാർക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ട ഏത് ലൈറ്റ്സ് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് അതിനനുസരിച്ച് റൗണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്കുള്ള വയറ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വലിച്ചിടുന്നത് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, പിന്നെ ഇത് വലിപ്പമുള്ള ടൈപ്പ് ഉണ്ട്. ഏറ്റവും ഹൈ ലെവലിൽ വരുന്ന 10 വാട്ടിൻ്റെ വയ്ക്കാവുന്ന രീതിയിലുള്ള പല രീതിയിൽ വരുന്ന ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർക്കാന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് കനം നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇത് നമുക്ക് വരുന്നത് 1.5 ഇഞ്ച് കനം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലീക്ക് വരുന്നുള്ള പ്രോബ്ലം നമുക്ക് പേടിക്കുക പോലും ചെയ്യേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.